ഓം നമ ശിവായ. മയാസ്ട്രോവിനിന്റെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ശിവനെ ആരാധിക്കുന്ന ഏറ്റവും പവിത്രമായ ദിനമായ മഹാശിവരാത്രി അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഫെബ്രുവരി 15-നാണ് മഹാശിവരാത്രി ആഘോഷിക്കപ്പെടുന്നത്. ഈ അവസരത്തിലെ ക്ഷേത്രങ്ങളിലും വീടുകളിലും മഹാദേവന്റെ മന്ത്രങ്ങളാൽ മുഴങ്ങിക്കിടക്കും. ജ്യോതിഷശാസ്ത്ര പ്രകാരമുണ്ടല്ലോ, ചില രാശിക്കാർക്ക് ഭഗവാൻ ശിവന്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം. ആ രാശിക്കാർ ആരൊക്കെ എന്നാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇവർക്ക് മഹാശിവരാത്രി ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസമായിട്ടായിരിക്കും മാറുക. ശിവന്റെ അനുഗ്രഹം ലഭിക്കുന്ന ആ രാശിക്കാർക്ക് ഈ വർഷത്തെ മഹാശിവരാത്രി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇതിലെ ഇടവൻ രാശി, കർക്കിടകം രാശി, മകരരാശി, കുംഭരാശി, ഈ 4 രാശികളും ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കുമാണ് ഈ ഭാഗ്യഫലം അനുഭവിക്കുക. ആദ്യം ഇടവൻ രാശി. ഇടവൻ രാശിക്കാര് ചന്ദ്രനാൽ ഭരിക്കപ്പെടുന്നതായിട്ടാണ് വിശ്വാസം. അതേസമയം ചന്ദ്രനെ ശിവൻ തന്റെ നെറ്റിയിൽ അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് പുരാണ കഥ. അപ്പോൾ വൃഷഭ രാശിയിൽ ജനിച്ചവർക്ക് ഈ വർഷത്തെ മഹാശിവരാത്രി സാമ്പത്തികമായിട്ട് സ്ഥിരതയും പുരോഗതിയും നൽകുന്ന ഒരു ദിനമായിട്ടായിരിക്കും മാറുക. ധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ ദിവസം ഏറെ അനുകൂലമായിരിക്കും. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും കുടുംബജീവിതം, അതായത് ദാമ്പത്യമൊക്കെ കൂടുതൽ സന്തോഷകരമായിട്ട് മാറുകയും ചെയ്യും. അടുത്തത് കർക്കിടകം രാശി. കർക്കിടകം രാശിയും ചന്ദ്രന്റെ അധീനതയിലുള്ളതായിട്ടാണ് നമ്മുടെ ജ്യോതിഷശാസ്ത്രം പറയുന്നത്. മഹാശിവരാത്രി ദിനത്തിലെ ഈ രാശിക്കാർക്ക് ഭഗവാന്റെ, അതായത് നമ്മുടെ ശിവഭഗവാന്റെ അനുഗ്രഹം പ്രത്യേകമായിട്ട് ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം. തൊഴിൽ മേഖലയിലും ബിസിനസ്സിലും അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും, അതുപോലെ തന്നെ വരുമാനവും ലാഭവും ഒക്കെ ഉയരാനുള്ള ഒരു സാധ്യതയും, ഈ ദിവസം ചെയ്യുന്ന നിക്ഷേപങ്ങൾ ഗുണപരമായിട്ടൊക്കെ മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തിലെ സന്തോഷവും സമൃദ്ധിയും ഒക്കെ വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. അടുത്തത് മകരം രാശിയാണ്. മകരരാശിയുടെ അധിപൻ ശനിദേവനാണ്. ശിവഭക്തനായിട്ട് ആണ് നമ്മുടെ ശനിദേവൻ അറിയപ്പെടുന്നത്. മഹാശിവരാത്രി ഈ രാശിക്കാർക്ക് ശുഭഫലങ്ങൾ നൽകുന്ന ഒരു ദിനമായിട്ടായിരിക്കും മാറുക. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കൈവരിക്കാനും സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. തൊഴിൽ ജീവിതത്തില് അനുകൂലമായ പുരോഗതി ഉണ്ടാവാൻ ഈ ദിവസം നിങ്ങളെ സഹായിക്കും. സന്തോഷകരമായ വാർത്തകളെ ലഭിക്കാനും, അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് തുടരുന്ന പ്രധാന പ്രശ്നത്തിന് പരിഹാരം കാണാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിലെ പോരാട്ടങ്ങളും വെല്ലുവിളികളും ക്രമേണ കുറയുന്ന ഒരു സമയമായിരിക്കും ഇത്. അടുത്തത് കുംഭരാശിയാണ്. കുംഭരാശിയുടെ അധിപനായ ശനിദേവൻ ശിവന്റെ ഭക്തനായിട്ട് പരിഗണിക്കപ്പെടുന്നതിനാൽ തന്നെ നമ്മുടെ മഹാശിവരാത്രി ദിനത്തിലെ ഈ രാശിക്കാർക്ക് ശിവാനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. സാമ്പത്തിക മേഖലയിൽ ശ്രദ്ധേയമായ പുരോഗതി കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. മുമ്പ് നഷ്ടത്തിലായിരുന്ന നിക്ഷേപങ്ങൾ പോലും അനുകൂലമായി മാറി നിങ്ങൾക്ക് ലാഭം നൽകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. വിലമതിപ്പുള്ള വസ്തുക്കളിൽ നിക്ഷേപിക്കുന്നത് വളരെയധികം ഗുണപരമായിരിക്കും. മാനസിക വ്യക്തത വർദ്ധിക്കുന്നതിനാൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടുതൽ എളുപ്പമാകും. സമൂഹത്തിലും ജോലി സ്ഥലത്തും നിങ്ങളുടെ പ്രതിഷ്ഠയും ബഹുമാനവും ഒക്കെ ഉയരുകയും കൂടുതൽ പ്രശംസ നേടുകയും ചെയ്യും. ഇന്നത്തെ കുഞ്ഞു അധ്യായം എൻ്റെ ശിവഭക്തർക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.